മലയാളം റൈറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മലയാളം റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറെ കുറിച്ചാണ് പറയുന്നത്. ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് എഴുതി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഓപ്പൺ ആവുന്ന വിൻഡോയിൽ ഇൻസ്റ്റാളേഷൻ ഓൺ വിൻഡോസ് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ്. ഗൂഗിൾ ഇൻപുട്ട് ടൂൾസിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ ഇൻസ്റ്റലേഷൻ ഓൺ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന വിൻഡോയിൽ മുകൾ ഭാഗത്ത് ഒന്നിൽ ഡൗൺലോഡ് എന്ന പോർഷൻ, ഡൗൺലോഡ് സെലക്ട് ചെയ്യണം. ഡൗൺലോഡ്. അപ്പോൾ ലാംഗ്വേജ് സെലക്ഷനാണ് ചോദിക്കുന്നത്. അതായത് ഒരുപാട് ലാംഗ്വേജസ് കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് മലയാളമാണ്. മലയാളം ടിക്ക് ചെയ്യണം. മലയാളം ടിക്ക് ചെയ്ത് താഴെ ടേംസ് ഓഫ് സർവീസ് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. അത് സേവ് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യുക. ഫയൽ സേവ് ചെയ്യപ്പെടും. സേവ് ചെയ്യുന്ന ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മുകൾ ഭാഗത്ത് ആരോ ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ആ ഫോൾഡർ എവിടെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നതാണ്. അത് സെലക്ട് ചെയ്യും. അത് സെലക്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ആവുന്ന വിൻഡോ റൺ പ്രോസസ്സാണ് കാണിക്കുന്നത്. റണ്ണിൽ ക്ലിക്ക് ചെയ്യുക. റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റണ്ണിങ് യെസ് കൊടുക്കണം. അപ്പോൾ ഒരു വിൻഡോ വീണ്ടും പ്രത്യക്ഷപ്പെടും. ആ വിൻഡോയിൽ യെസ് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് എന്നുള്ള വിൻഡോ വരുന്നതാണ്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റിൻ്റെ ആ വിൻഡോയുടെ സൈഡിൽ താഴത്തായിട്ട് ക്ലോസ് എന്നാണ്. അവിടെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബ്രൗസർ ക്ലോസ് ചെയ്യണം. ബ്രൗസർ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും താഴത്ത് നമുക്കത് നമ്മളിപ്പോൾ കൊടുത്ത മലയാളം ഫോണ്ടിൻ്റെ ഇത് കാണാൻ സാധിക്കും. അവിടെ ഇ എൻ എന്നുള്ള ഇത് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മലയാളം ഇങ്ങനെ രണ്ട് ഇത് കാണിക്കുന്നുണ്ട്. അതിൽ മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മലയാളം റൈറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. മംഗ്ലീഷിലാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ മലയാളം എന്ന് മംഗ്ലീഷിൽ റൈറ്റ് ചെയ്യുകയാണ്. മലയാളം. ഇപ്പോൾ മലയാളം എന്നിങ്ങനെ മംഗ്ലീഷിൽ റൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ മലയാളം എഴുതി കാണിക്കുന്നുണ്ട്. ആ മലയാളം നമ്മൾ സെലക്ട് ചെയ്യണം. മലയാളം എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ മലയാളം സെലക്ട് ചെയ്യുന്നത്. Thank you for watching.